നമ്മുടെ കേരള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കുറിച്ച് എത്രയെത്ര നല്ല കാര്യങ്ങൾ ഇതേ തത്സമയം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി പറയുകയാണ് കേട്ടോ. അപകടം സംഭവിച്ച് പിൻഭാഗം തളർന്നു പോയ ശേഷം നടക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന തെരുവ് നായ്ക്ക് വാഹനം നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് മാളുവിന് തണലായത്. PVC പൈപ്പ് ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിലാണ് ഉപകരണം നിർമ്മിച്ചു നൽകിയത്. തെരുവിൽ അലഞ്ഞു നടന്നപ്പോൾ അപ്രതീക്ഷിതമായുണ്ടായ വാഹനാപകടം. പിന്നീട് പിൻഭാഗം തളർന്നു, നടക്കാൻ കഴിയാത്ത അവസ്ഥ. മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ കരുതലാൽ ഇന്നവൾക്ക് നടക്കാം. ഒരാഴ്ച മുമ്പാണ് നായയ്ക്ക് അപകടം സംഭവിച്ചത്. ഉദ്യോഗസ്ഥർ ഭക്ഷണവും വെള്ളവും നൽകി പരിചരിച്ചുവെങ്കിലും നായയുടെ ആരോഗ്യസ്ഥിതി മോശമായിരുന്നു. പിന്നീട് മൃഗാശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി. നായയെ ആരെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ തങ്ങളെ സമീപിക്കുവാനും അറിയിച്ചു. പക്ഷേ ആരും എത്തിയില്ല. ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ തന്നെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകാൻ തുടങ്ങി. തുടർന്നാണ് നായയ്ക്ക് നടക്കാൻ എന്താണ് വഴിയെന്നവർ ആലോചിച്ചു തുടങ്ങിയത്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം ലീവിൽ വീട്ടിൽ നിന്ന സമയത്താണ് ഞങ്ങളുടെ ലീഡിംഗ് ഫെയർമാനായ രാജേഷ് സാറുണ്ട്. സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രശാന്ത് ഞാനൊരു ലിങ്ക് ചെയ്തിട്ടുണ്ട്, നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നമ്മളുടെ സ്റ്റേഷനിലെ പട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇത്തിരി ലേറ്റായിട്ട് രാത്രിയിലാണ് അത് കാണുന്നത്. ഞാനത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രാവിലെയായിട്ട് അത് തീർത്ത് ഞാൻ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടെ എല്ലാവരും കൂടി ഒറ്റ മനസ്സോടുകൂടിയാണ് അത് ഈ നായിനെ ഞങ്ങൾ പരിപാലിക്കാനായിട്ടുള്ള ഇത് ശ്രമിക്കുന്നത്. PVC പൈപ്പും ഒരു ചക്രവും മാത്രം ഉപയോഗിച്ചാണ് ഉപകരണം നിർമ്മിച്ചത്. ഉപകരണം നിർമ്മിക്കാൻ പ്രചോദനമായത് ഒരു യൂട്യൂബ് വീഡിയോയാണ്. ഇപ്പോൾ അനായാസം നായയ്ക്ക് നടക്കാം. ഒപ്പം നായയെ അവർ മാളു എന്ന് വിളിച്ചു. എപ്പോഴും അതിനെ നടത്തിക്കാൻ പറ്റില്ല, കാരണം അതിന് കടക്കണം. അങ്ങനെ അപ്പം നമ്മൾ അത്യാവശ്യം തന്നെ കുറച്ച് സമയത്ത് ഒരു ദിവസം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞങ്ങൾ തന്നെ നടത്തും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആദ്യം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബാലൻസിങ് ഒക്കെ ചെയ്യാൻ. ഇപ്പോൾ അത് സെറ്റായി വരുന്നുണ്ട്. അപ്പം അതിന് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഒത്തിരി ചെയ്യും, നമുക്ക് തന്നെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. മുളന്തുരുത്തി ഫയർ സ്റ്റേഷന് കാവലാണ് മാളു. എല്ലാ ജീവനും ഒരുപോലെ വില കൽപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നന്മയുള്ള ഒരു പറ്റം ഉദ്യോഗസ്ഥർ. മാളുവിന് ഇനി പ്രയാസമേതുമില്ലാതെ നടക്കാം. മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ ഓരോ ഉദ്യോഗസ്ഥരുടെയും സ്നേഹവും തണലും മാളുവിനുണ്ട്. 101 ഒരു നമ്പറല്ല, നമ്മുടെ അഭിമാനമാണ്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം സ്നേഹമൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമൊള്ളാനാണ് നമ്മുടെ ഉള്ളത്. സ്നേഹ കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ നഷ്ടം വലുതായിരിക്കും, എന്നാലും ആ നഷ്ടം മറികടക്കാൻ പാകത്തിന് മാളുവിനെ ചേർത്ത് പിടിച്ചല്ലോ. അത് മാത്രമല്ല, അവരോടൊപ്പം ആ സ്റ്റേഷനിൽ എന്നും ഇനി മാളു ഉണ്ടാവും. ഗാന്ധിജിയുടെ ഒരു സന്ദേശമുണ്ട്: മനുഷ്യനായതുകൊണ്ട് നിങ്ങൾ വലിയവനാകുന്നില്ല, നിങ്ങൾ വലിയവനാകണമെങ്കിൽ മനുഷ്യത്വമുള്ളവരായിരിക്കണമെന്നത്. അതുതന്നെയാണ് എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു സന്ദേശം കഴിഞ്ഞ ദിവസം മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കിന് കണ്ടതാണ്. അവരുടെ ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അവരുടെ ഈ ഒരു നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമാണ്. ഇവരുടെ കാര്യത്തിൽ അത് ഏറ്റവും അനുയോജ്യമായ ഒരു സന്ദേശമാണെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഈ നായ മറ്റൊരു നായക്കൊപ്പം തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു നായയാണ്. അപ്രതീക്ഷിതമായി ഒരു അപകടം സംഭവിച്ചു. അതിനുശേഷം പിൻഭാഗം ആകെ തളർന്നുപോയി.
നമുക്കറിയാം ആ നായയെ കാണുമ്പോൾ തന്നെ ഈ മുന്നേ അതായത് മുൻപിലെ 2 കൈ കൊണ്ട് ഇഴഞ്ഞാണ് നടന്നിരുന്നത്. ഇഴഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ തളർന്നു കിടന്നിരുന്ന ഈ ഒരു ഭാഗത്ത് മുറിവുകൾ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. കല്ലും മണ്ണും ഒക്കെ കൊണ്ട് മുറിവുകൾ അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഇവർ ഈ നായ അപകടം പറ്റിയ നായയെ എടുത്തുകൊണ്ട് വന്ന് ആദ്യം ഇവർ പരിചരിച്ചു. പ്രാഥമികമായൊരു ഇവരുടെ രീതിയിലായിട്ടുള്ള ചികിത്സയൊക്കെ നൽകി. അതിനുശേഷം ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുത്തു. പിന്നീടും അതിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. അതേ തുടർന്ന് നേരെ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ നായയുടെ സ്പൈനൽ കോഡിന് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, നടക്കാൻ വളരെയേറെ കഷ്ടപ്പെടും, ഗുരുതരമായി തന്നെയാണ് പരിക്കേറ്റതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ നായ ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യണമെന്ന് പരസ്പരം ആലോചിച്ച് തുടങ്ങി. എങ്ങനെയാണ് ഈ നായയെ കൊണ്ട് നടത്തിക്കുക, എങ്ങനെയാണ് അതിനെ മുറിവുകൾ ഇല്ലാതാക്കുക എന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങി. അതേ തുടർന്നാണ് ഈ രാജേഷ് എന്ന് പറയുന്ന ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഒരു വീഡിയോ സെർച്ച് ചെയ്തത്. ഈ നായയെ എങ്ങനെ നടക്കാം അല്ലെങ്കിൽ നടത്തിക്കാം എന്നൊക്കെ നോക്കി വീഡിയോ സെർച്ച് ചെയ്തപ്പം വിദേശ രാജ്യത്ത് അതായത് ഈ നായയെ നടക്കാനായിട്ട് ഒരു പ്രത്യേക മെഷീൻ തന്നെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഉപയോഗിച്ച് നടത്തുന്നവരുമുണ്ട്. അങ്ങനെ ഈ രാജേഷ് എന്ന് പറഞ്ഞ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതായത് പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന് ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ പ്രശാന്താണ് ഈ PVC പൈപ്പും അതോടൊപ്പം തന്നെ ഒരു ചക്രവും ഒക്കെ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഉപകരണം ഈ നായ്ക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുന്നത്. അതെ, തീർച്ചയായും അങ്ങനെയാണ് മാളു ഇനി മുന്നിലേക്ക് പോകുന്നത്. എന്തായാലും കേവലം ഒരു ഡ്യൂട്ടി ആയിട്ട് മാത്രം കാണാൻ പറ്റില്ല അല്ലേ, ഇതിനെ നന്മ തന്നെയാണ്. മനുഷ്യനായാലും മൃഗമായാലും കരുതലുണ്ടാവുക, അവയെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും മാളു അതുമായിട്ട് സെറ്റായി വരുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. ശരി സ്നേഹ.